നമസ്കാരം. എൻ്റെ പേര് രാജേഷ് കുമാർ. ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് 120 ദിവസം കഴിഞ്ഞുള്ള റിസൾട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ HNS കോയമ്പത്തൂരാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ മുന്നിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 120 ദിവസം കഴിഞ്ഞു. മുടിയൊക്കെ അത്യാവശ്യം കിളിച്ച് തുടങ്ങിയിട്ടുണ്ട്. മുടി ചീകി തുടങ്ങി. ഇതെല്ലാം കാണാൻ ഇരിക്കുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ കിളിച്ചിട്ടുണ്ട്. 120 ദിവസം കംപ്ലീറ്റ് ആയി. ഡിസംബർ 18-19 തീയതികളിലാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. പലരും ചോദിച്ചിരുന്നു, മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചിരുന്നു റിസൾട്ടിൻ്റെ വീഡിയോ ചെയ്യണം എന്നുള്ള രീതിയിൽ. അങ്ങനെ 120 ദിവസത്തെ റിസൾട്ട്. പിന്നെ ഇപ്പം പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല. ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത്. ഹെൽമെറ്റ് ഉപയോഗിച്ച് പോകുന്നുണ്ട്. തുണി തലയിൽ കെട്ടിയിട്ടാണ് ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത്. സൂര്യപ്രകാശം കേൾക്കുന്നതിന് വലിയ തടസ്സമൊന്നുമില്ല, എങ്കിലും അത്യാവശ്യം ജോലിയുടെ ഭാഗമായിട്ടൊക്കെ സൂര്യപ്രകാശമൊക്കെ ഏൽക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് വേറെ അസൗകര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ആദ്യത്തെ നാളുകളിൽ അസൗകര്യങ്ങളൊന്നും പിന്നീട് വന്നിട്ടില്ല. ഇപ്പം സാധാരണ ജീവിതത്തിലേക്ക് കടന്നിട്ടുണ്ട്. പിന്നീട് പലരും വിളിച്ച് ചോദിക്കുന്നു HNS പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ മിക്കവാറും എല്ലാവർക്കൊക്കെ നല്ല റിസൾട്ടാണ് വരുന്നത്. എൻ്റെ കൂടെ ചെയ്ത ആറ്റിങ്ങൽ സ്വദേശിയായിട്ടുള്ള രവിലാൽ എന്ന് പറഞ്ഞ ആളും പുള്ളിക്ക് നല്ല റിസൾട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനകത്ത് റിസൾട്ട് ഒരു വലിയ ഘടകമാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. HNS നല്ലൊരു സജഷനാണ്. ചെറിയ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു സജഷനാണ് HNS. പിന്നീട് അവിടുത്തെ നല്ല സഹകരണവും കാര്യങ്ങളൊക്കെ. അപ്പോൾ തമിഴ്നാട്ടിലാണ് എന്ന് വിചാരിച്ച് മലയാളം അറിയാത്തതെന്നല്ല, മലയാളം പറഞ്ഞാൽ മനസ്സിലാവുന്നവർ അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്യും. അത് സമീപനവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞാനും ഇതുപോലെ യൂട്യൂബ് പല വീഡിയോകളും കണ്ടിട്ടാണ് തിരഞ്ഞെടുത്തത്. നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ തീരുമാനമാണ്. അത് നന്നായിട്ട് അന്വേഷിച്ചും കാര്യങ്ങളൊക്കെ തിരക്കി മനസ്സിലാക്കി ഒക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒരിക്കൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മൾ മുടി എടുക്കുന്നിടത്ത് പിന്നീട് മുടി കിളിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കവർ ചെയ്യുന്ന രീതിയിലാണ് അവരെടുക്കുന്നത്. അപ്പോൾ എടുത്തിട്ടത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് ചെയ്യേണ്ടി വരികയാണെന്ന് വെച്ചാൽ സാമ്പത്തികത്തിനെ അപേക്ഷിച്ച് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഒരു തീരുമാനമെടുക്കും നന്നായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കി വേണം തീരുമാനങ്ങളെടുക്കാൻ. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, 120 ദിവസം കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡിസംബർ 18-19 തീയതിയിൽ കോയമ്പത്തൂർ HNS പോയി ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. ഈ ഒരു ഏരിയയാണ് ചെയ്തത്. ഇത്രയും വരുന്ന ഏരിയ ഫ്രണ്ട്. ഓക്കെ, പിന്നീട് വരുന്ന ഇത് ഞാൻ നിങ്ങളുമായിട്ട് പിന്നീട് ഷെയർ ചെയ്യാം. ഓക്കെ, നമസ്കാരം.